ശരി, അപ്പൊ നമുക്ക് നേരെ തിരുവനന്തപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് നഗരിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ അവിടേക്ക് പോവാം. നമുക്ക് സഫാനോട് ഒരു പാട്ട് പാടാൻ ചോദിച്ചു. സഫാനോട് പാട്ട് പാടിക്കാം വേണോ? യെസ് സഫാൻ. സഫാൻ, നേരത്തെ ഞങ്ങള് ഹാപ്പി ക്രിസ്മസ് ഒക്കെ ആശംസിച്ചാണ്, അതുകൊണ്ട് ഇനി ഒന്നുകൂടെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ആഘോഷങ്ങളൊക്കെ എവിടെ എത്തി? രാവിലെ നമുക്ക് പാട്ടൊക്കെ പാടിത്തന്നാൽ നന്നായിരുന്നു. രാവിലെ ഒരു ക്രിസ്മസ് വൈബിങ് പോരണമെങ്കിൽ സഫാന്റെ ഒരു പാട്ട് വേണം എന്നുള്ളതാണ്. ഞാൻ പാടിയ ശരിയാവില്ല ജിൽസി, രാവിലെ തന്നെ. ഏതായാലും തലസ്ഥാന നഗരിയിലെ ക്രിസ്മസ് നടരാജ് തൃശ്ശൂരിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ തലസ്ഥാന നഗരിയിലെ ക്രിസ്മസും വളരെ വൈബാണ്, കളർഫുള്ളാണ്. ഞാൻ തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. ഇന്നലെ രാത്രി പാതിര കുർബാനയുടെ സമയത്ത് ഇന്നലെ നഗരത്തിലൂടെ ബൈക്കിൽ ഒന്ന് കറങ്ങിയപ്പോൾ കിട്ടിയ വൈബിൻ്റെ ഒരു പുറത്ത് തന്നെയാണ് രാവിലെയും ഇന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നത്. രാവിലെ തന്നെ ദേവാലയങ്ങളിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് പാളയം സെൻറ്റ് ജോസഫ് കത്തീഡ്രലിലാണ്. അവിടെ രാവിലെയുള്ള പ്രത്യേക പ്രാർത്ഥനകളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പള്ളിക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന പ്രത്യേക പുൽക്കൂടുകളും മറ്റുമൊക്കെയാണ്. വിശ്വാസികൾ പള്ളിക്കകത്ത് പ്രാർത്ഥനയിലാണ്. ഇന്നലെ ഇവിടെ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനീറ്റോ ആണ് ഈ പ്രാർത്ഥനയ്ക്ക്, ഇന്നലെ പാതിര കുർബാനയ്ക്കും രാവിലെയുള്ള പ്രാർത്ഥനകൾക്കുമൊക്കെ നേതൃത്വം നൽകുന്നത്. പട്ടം സെൻറ്റ് മേരീസിലും ആണ് പ്രധാനമായിട്ട് തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിൽ പ്രാർത്ഥനയും വിശ്വാസികൾ രാവിലെ തന്നെ ഒരുമിച്ച് കൂടുന്ന ഒരു അവസ്ഥയൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ പാളയത്തെ സെൻറ്റ് ജോസഫ് കത്തീഡ്രലിൽ ഈ പ്രത്യേക പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനീറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു പ്രാർത്ഥന. ഇന്നലെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്തുമത വിശ്വാസികൾ നേരെയുള്ള അതിക്രമത്തിനെതിരെയൊക്കെ വലിയ പ്രതിഷേധത്തിൻ്റെ സ്വരത്തിൽ തന്നെ സംസാരിച്ചിരുന്നു. ആ അർത്ഥത്തിൽ ഇനിയും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ക്രിസ്മസ് എന്ന് പറയുന്നത് ഐക്യത്തിന്റെ കൂടി ഒരു ഉത്സവമായിട്ടാണ് നമ്മളെല്ലാവരും കൊണ്ടാടുന്നത്. ആർത്ഥത്തിൽ സ്നേഹം കൈമാറിയും സന്തോഷം കൈമാറിയും ഒക്കെ തന്നെയാണ് തലസ്ഥാന നഗരിയിലും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇപ്പോൾ രാവിലെയുള്ള പ്രത്യേക പ്രാർത്ഥനകളിലാണ് വിശ്വാസികളുള്ളത്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയിലാണ്. അതിനുശേഷമായിരിക്കും വീടുകളിലേക്കും മറ്റും ആഘോഷം ചുരുങ്ങും. പ്രതികരണം എടുക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല. കാരണം വിശ്വാസികളെല്ലാം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ ആണ്. തലസ്ഥാന നഗരി എന്ന് പറയുന്നത് സർക്കാരിന്റെ തന്നെ ഒരുപാട് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പരിപാടികൾ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു. കനകക്കുന്നിലൊക്കെ ദീപാലങ്കൃതമായിട്ടുള്ള പരിപാടികൾ, അതായത് ലൈറ്റുകൾ മറ്റും ഒക്കെ ഉണ്ടായിരുന്നു. വെളിച്ചം കൂടുന്നിടത്ത് ആളുകൾ കൂടും എന്നുള്ളൊരു ആഘോഷത്തിന്റെ പ്രതീതിയാണ് തിരുവനന്തപുരത്തെ എല്ലാ ആഘോഷത്തും ഉണ്ടാവാൻ കഴിയുക. നമുക്കറിയാം, ഓണത്തിന്റെ ഭാഗമായിട്ടും സർക്കാർ അത്തരത്തിലുള്ള പരിപാടികൾ വിവിധ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇന്നലെയും ഇത്തരത്തിൽ കനകക്കുന്നിലും മ്യൂസിയത്തിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് ആളുകളാണ് ക്രിസ്മസ് തലേന്ന് ഒരുമിച്ച് ഐക്യം പങ്കിടാനും സന്തോഷം പങ്കിടാനൊക്കെ എത്തിയിരുന്നത്. നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇന്നും ഈ ദേവാലയങ്ങളിൽ രാവിലെ പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ന് വീടുകളിലായിരിക്കും ഈ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുക. അതിന്റെ ഒരുക്കങ്ങൾ നമ്മൾ രാവിലെ പള്ളിയിൽ വന്ന വിശ്വാസികളുമായി സംസാരിക്കുമ്പോൾ അതുമായിട്ടുള്ള ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമായിരിക്കും അതിനുള്ള തുടക്കങ്ങളൊക്കെ കുറിക്കുക. ജിൽസി സൈഫുദ്ദീൻ.